നമസ്കാരം. കുര്യാലകൾ സംരക്ഷിക്കേണ്ടത് എങ്ങനെ? ഈ കുര്യാല എന്നാൽ എന്താണെന്ന് പറയാം. കുടുംബത്തിൽ കഴിഞ്ഞുപോയ തലമുറയിലെ കാരണവന്മാരുടെ അഥവാ പിതൃക്കളുടെ സങ്കല്പത്തിൽ വിളക്ക് കൊളുത്തുന്ന സ്ഥാനങ്ങളാണ് കുര്യാലകൾ. ചിലയിടങ്ങളിൽ ഇങ്ങനെ ത്രികോണാകൃതിയിൽ ഒരു ചെറിയ എടുപ്പ് പോലെ സൃഷ്ടിച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു മൺചിരാത് കയറ്റി വച്ച് വിളക്ക് കൊളുത്താനുള്ള സൗകര്യം ചെയ്യും. ചിലയിടങ്ങളിൽ ചതുരാകൃതിയിൽ ഒരു ബോക്സ് പോലെ വെച്ചിട്ട് ആ ബോക്സിന്റെ അകത്ത് ഒരു ചെറിയ കൊച്ചു തറ വെച്ച് അവിടെ ഒരു ചിരാതിൽ വിളക്ക് കൊളുത്താനുള്ള സൗകര്യങ്ങളൊക്കെ സൃഷ്ടിക്കും. കാരണവന്മാർക്ക് അല്ലെങ്കിൽ കുടുംബത്തിൽ കഴിഞ്ഞുപോയ വംശപരമ്പരയ്ക്ക് വേണ്ടി ആരാധനകൾ ചെയ്യുന്ന സ്ഥാനങ്ങളാണ് കുര്യാലകൾ. ഒരു കാലഘട്ടത്തിൽ ഈ കുര്യാലകളെ നിലനിർത്താതെ അവിടെ നിന്ന് ആവാഹിച്ചു കൊണ്ടുപോയി ഇരുത്തുക എന്നുള്ള ഭാഷ പ്രയോഗിച്ചുകൊണ്ട് അമ്പലങ്ങളിൽ കൊണ്ട് സ്ഥാപിക്കുകയും തീർത്ഥങ്ങളിൽ കൊണ്ട് നിക്ഷേപിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലമുണ്ട്. ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് അവനവൻ്റെ കുടുംബങ്ങളിൽ കുര്യാലകൾ ഉണ്ടെങ്കിൽ സംരക്ഷിച്ചു പോരുന്ന ഒരു രീതിയും കാണാം. ഇതിങ്ങനെ ഇടകലർന്നാണ് ഇപ്പോഴും കാണപ്പെടുന്നത്. എന്തായാലും നമ്മുടെ പിതൃക്കളെ സങ്കല്പിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ ഒരു ദീപം തെളിച്ച് ആരാധിക്കുന്ന പ്രത്യേക സ്ഥാനങ്ങളെന്ന് മാത്രമേ കുര്യാലകൾക്ക് പ്രാധാന്യമുള്ളൂ. നമ്മളുടെ തറവാടുകളിൽ നമ്മളുടെ പിതൃക്കളെ സങ്കല്പിച്ച് ഒരു സ്ഥാനം സൂക്ഷിക്കുന്നത് നല്ലത് തന്നെയാണ്. എന്നാൽ ശ്രദ്ധയോടുകൂടി പരിപാലിക്കാൻ കഴിയണം. തിരക്കേറിയ നിങ്ങളുടെ ആധുനിക കാല ജീവിതത്തിൽ അത് അവഗണിച്ചും ഉപേക്ഷിച്ചും കിടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് പറയാനുള്ളത്. കുര്യാലകൾ നിലനിർത്തി പരിപാലിച്ചു പോകുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. എന്നാൽ അതിൽ ഇടയ്ക്ക് ഒരു അവഗണന ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമസ്കാരം.